ഹലോ ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പം പലഹാരത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കൂൺ ഗ്രേവിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സവാള ഒന്ന് വാടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായി വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിനും വെളുത്തുള്ളിയും പച്ചമണം മാറി കഴിയുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ട് വന്ന് എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയുടെ പച്ച കുത്തൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ മഷ്റൂമും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ അതിന് നന്നായിട്ട് വെള്ളം വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അധികം വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രേവിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ പേരിലാണ് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ മഷ്റൂമൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മഷ്റൂമിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഗ്രേവി പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രേവി നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം പെപ്പർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേവി ഒന്ന് കുറുകി വരണം. അതിന് മുന്നേ ആയി ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഷ്റൂം ഗ്രേവി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി അല്പം മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.